വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട്. ഹൈക്കോടതിയിലാണ് ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പൂരം അലങ്കോലമായതിന്റെ പ്രധാന കാരണം തിരുവമ്പാടി ദേവസ്വത്തിന്റെ അനാവശ്യ സമ്മർദ്ദമാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ടോം കുര്യാക്കോസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ടോം, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ കോടതിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം. അതിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയും വിമർശനം ഉയരുന്നു. എന്തൊക്കെയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ? രേണുക, തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെയും BJPയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കൊച്ചിൻ, അതോടൊപ്പം പോലീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട്. ഈ പൂരം അലങ്കോലമായി എന്ന് സുരേഷ് ഗോപി പ്രചരിപ്പിച്ചുവെന്നും താൻ ഇടപെട്ടെല്ലാം ശരിയാക്കിയെന്ന അസത്യ വാർത്തയും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൂരം അലങ്കോലമായതിന്റെ പ്രധാന കാരണം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആശാസ്യമല്ലാത്ത സമ്മർദ്ദമാണെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാനുള്ള നീക്കം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന സംശയവും ദേവസ്വം ബോർഡ് ഉന്നയിക്കുന്നുണ്ട്. തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട ഹർജി നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. വിവിധ ദേവസ്വങ്ങൾ ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമുള്ള, നേരത്തെ തന്നെ പോലീസ് ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ആരോപണ നിഴലിലുള്ളതാണ്. നമുക്കറിയാം ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായത് BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ വഴിയൊരുക്കാൻ വേണ്ടിയായിരുന്നു പോലീസ് തൃശൂർ പൂരം കലക്കിയത്, അതിന് കൂട്ടുന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെയുള്ളതാണ്. അത് ശരിവെക്കുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടും. ശരി, ടോം കുര്യാക്കോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.